ധർമ്മസ്ഥല ബംഗളഗുഡയിൽ SITയുടെ പരിശോധന അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. 10ഓളം തലയോട്ടികളും 100ലേറെ അസ്ഥികളുമാണ് പ്രദേശത്തു നിന്നും ഇതുവരെ കണ്ടെത്തിയത്. വനമേഖലയിലെ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ സമീപത്ത് നിന്ന് കണ്ടെത്തിയ തിരിച്ചറിയൽ കാർഡ് കുടകിൽ നിന്ന് 7 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ അയ്യപ്പയുടേതാണെന്നാണ് നിഗമനം. മൈസൂരുവിലേക്കുള്ള ആശുപത്രി യാത്രക്കിടെയാണ് ഇയാളെ കാണാതായത്. ധർമ്മസ്ഥലയിൽ കൂട്ടമായി മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന കേസിൽ ബംഗളഗുഡെ വനമേഖലയിൽ SITയുടെ പരിശോധന അന്തിമഘട്ടത്തിലാണ്. ദുരൂഹത നിറഞ്ഞ പ്രദേശത്തു നിന്നും ഇതുവരെ മനുഷ്യരുടെ 10 തലയോട്ടികളും 100ലേറെ അസ്ഥികളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കുട്ടിയുടെയും സ്ത്രീയുടെയും ഉൾപ്പെടും. ലഭിച്ച തലയോട്ടിയുടെ വലിപ്പമനുസരിച്ചാണ് കുട്ടിയുടേതാണെന്ന നിഗമനത്തിലെത്തിയത്. ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവ വിശദ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. ബംഗളഗുഡയിലെ പരിശോധനയ്ക്കിടെ ലഭിച്ച തിരിച്ചറിയൽ കാർഡ് കുടകിൽ നിന്ന് കാണാതായ UV അയ്യപ്പയുടേതാണെന്ന സൂചനയും പുറത്തുവന്നു. 7 വർഷം മുൻപ് മൈസൂരുവിലേക്കുള്ള ആശുപത്രി യാത്രക്കിടെയാണ് കുടക് കൊന്നമ്പോട്ട് ശെട്ടികേരി സ്വദേശി UP അയ്യപ്പയെ കാണാതായത്. സംഭവത്തിൽ കുട്ട പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിരുന്നുവെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കണ്ടെടുത്ത തിരിച്ചറിയൽ കാർഡും അസ്ഥിഭാഗങ്ങളും അയ്യപ്പയുടേതാണെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. വിശദ പരിശോധനയ്ക്കായി ഇവ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. തിങ്കളാഴ്ച മുതൽ പ്രദേശം കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടക്കും. 2 ദിവസത്തെ തെരച്ചിലിൽ മാത്രം 7 തലയോട്ടികളും നിരവധി അസ്ഥികളുമാണ് ബംഗളഗുഡയിൽ നിന്ന് ലഭിച്ചത്. ന്യൂസ് 18 ധർമ്മസ്ഥല.